ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ തിരുവഴുത്തുകളെ ആസ്പദമാക്കിയുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 70-ൽ പരം എപ്പിസോഡുകളിൽ കർത്താവിന്റെ വിലയേറിയ ദാസൻ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ പ്രേക്ഷകരിൽ നിന്നുള്ള അനേകം ചോദ്യങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള മറുപടി തന്നു എന്നുള്ളത് ദൈവനാമമഹത്വത്തിനായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഈ സെഷനിലും നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി തരുവാനായി മാന്യ കർത്തൃദാസൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം, കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന, അതായത് ലോർഡ്സ് പ്രേയർ, സാധാരണയായി നാം വിശേഷിച്ച് പെന്തക്കോസ്ത് സഭകളിൽ ചൊല്ലാറില്ല. ഈ പ്രാർത്ഥന യഹൂദന്മാർക്ക് വേണ്ടി ഉള്ളതാണോ? ഹീബ്രു പശ്ചാത്തലത്തിൽ ഒന്ന് വിശദീകരിക്കാമോ? യെസ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥന ദ ലോർഡ്സ് പ്രേയർ അല്ല, അത് കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല, ഡിസൈപ്പിൾസ് പ്രേയർ ആണ്. അങ്ങനെയാണ് അതിനെ പറയേണ്ടത്. ശിഷ്യന്മാർക്ക് ഒരു മോഡൽ കൊടുത്തതാ പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം, അതൊരു മോഡൽ കൊടുക്കുക, ഒരു സ്ട്രക്ചർ കൊടുക്കുക. കാരണം ദൈവത്തെ സംബന്ധിച്ചോളം നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിനെക്കാട്ടിൽ നിങ്ങളത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, നിങ്ങളത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അതിനൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇതിനെയാണ് ഡോക്ട്രിൻ അല്ലെങ്കിൽ ഉപദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ പ്രമാണം എന്ന് പറയും. ഈ പ്രമാണം വിട്ടിട്ട് ഞാൻ നല്ല കാര്യമാണ് ചെയ്തെന്ന് പറയുന്നതിൽ ദൈവത്തിന് അത് അക്സെപ്റ്റബിൾ അല്ല. നമുക്കൊരു ഒരു ഒരു നമ്മുടെ ഡെയിലി ലൈഫിൽ കാണാറുള്ള ഒരു ഉദാഹരണം എടുക്കാം. ഒരു വീട്ടിൽ 2 പെൺകുട്ടികളുണ്ടെന്നിരിക്കട്ടെ. മൂത്ത കുഞ്ഞിനെ കല്യാണം കഴിച്ചു. കുറേ നാളായിട്ടും അവൾക്ക് മക്കളില്ല. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ സ്ത്രീധനവും കൊടുത്ത് പൊന്നും കൊടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് നാട്ടുകാരും വീട്ടുകാരും ദൂരെ കഷ്ടപ്പെട്ട് കൊച്ചിനെ കല്യാണം കഴിപ്പിച്ചേക്കുന്നത്. കൊല്ലം ഇപ്പം 5-8ആയി, ഇതിൻ്റെ കുഞ്ഞുമില്ല. അപ്പോൾ ഇളയ കുഞ്ഞെന്നറിയാമോ, ഏതോ ഒരു ഓട്ടോറിക്ഷക്കാരനുമായിട്ടോ ഒരു ലാപ്പുണ്ട്. ഇതേതിലേ കണ്ടുപോയി അവൻ്റെ കൂടെ 2 പ്രാവശ്യം കഴിഞ്ഞ് ഗർഭിണിയൊക്കെ ആയിട്ടിങ്ങ് വന്നു. അമ്മേ, അവൾക്ക് എന്തോത്തരം ബുദ്ധിമുട്ട് നിങ്ങൾ അവളെ കല്യാണം കഴിപ്പിച്ചയച്ചൊരു കുഞ്ഞിക്കാര് കാണത്തില്ലല്ലോ. ഇന്റെ കാര്യത്തിൽ നീ ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഞാൻ എന്താ ഗർഭിണിയായി വന്നിരിക്കുക, ഇനി പ്രസവിച്ചാൽ മതി. എൻ്റെ കുഞ്ഞെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തല്ലോ. മറ്റവളെ കൊണ്ടോ ഈ കുടുംബത്തിൻ്റെ തുടർച്ചയില്ല. രണ്ടാമത്തെ മോളെ കൊണ്ടെങ്കിലും തുടർച്ചയുണ്ട്, നാട്ടുകാരെല്ലാം വരുകയും ആഘോഷിക്കുകയും എന്ന് പറഞ്ഞാൽ അഭിമാനമായിട്ട് കാണുമോ? ചിലർക്ക് അഭിമാനമായിരിക്കും, ചിലർക്ക് അഭിമാനമായിരിക്കും, ലജ്ജയായതിൽ മാനം തോന്നുന്നു. ലജ്ജയായതിൽ ചിലർക്ക് മാനം തോന്നും. അപ്പോൾ ഒരു കുടുംബം ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഒരു രീതിയുണ്ട്, ഒരു കുടുംബം ബിൽഡ് ചെയ്യാൻ. അല്ല, കാര്യം സാധിച്ചു എന്ന് പറയുന്ന കാര്യമായില്ല, അത് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മുൻപാകെ നീ ചെയ്യുന്ന കാര്യങ്ങൾ നീ എങ്ങനെ ചെയ്തു, അതിന് ദൈവം ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഡോക്ടർ എന്നൊക്കെ പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് ഒരു സ്ട്രക്ചറുണ്ട്. വായി തോന്നുന്നെല്ലാം വിളിച്ചു പറയുന്ന പ്രാർത്ഥനയല്ല, മനസ്സിലായി? വായി തോന്നുന്നെല്ലാം വിളിച്ചു പറയുന്ന പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയ്ക്ക് സ്ട്രക്ചറുണ്ട്. കോട്ടയത്ത് അമ്മച്ചിയുണ്ട്, എന്തോ
പ്രാർത്ഥനയ്ക്കിടെ കർത്താവേ, 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 ഇന്ന് പോൽക്കാലം കർത്താവേ, ആയിരിക്കുന്ന കർത്താവേ, മരുമകളുടെ കാര്യം കർത്താവേ, ഗർഭിണിയായി കർത്താവേ. മരുമോള് ഗർഭിണിയായെന്നുള്ള ദൈവത്തിന് സ്വന്തം ചെയ്യുക. കേൾക്കുന്നവരെ ആയിരിക്കും ഗർഭിണിയായ കർത്താവ് എന്നാണെന്ന്. അപ്പൊ ഈ പ്രാർത്ഥനയുടെ ഭാഷ എങ്ങനെ ആയിരിക്കണമെന്നില്ലയോ? 2, ഇത് ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ, ദൈവമേ, ദൈവം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെയാണ് എന്തെല്ലാം ദൈവങ്ങൾ കിടക്കുന്നു. അപ്പൊ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണം. സ്ട്രക്ചർ, അതൊരു ബേസിക് സ്ട്രക്ചറാണ് കൊടുത്തത്. അപ്പോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിനു ശബശമായും ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റിന് മനസ്സിലാകാൻ കഴിയാത്ത ഒരു രീതിയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മൽഖീനു എന്ന് വിളിക്കാനേ പ്രമാണമുള്ളൂ. മൽഖീനു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാജാവേ എന്നാണ്. അവിനു ഞങ്ങളുടെ പിതാവേ എന്നാണ്. രാജാവും പ്രജകളും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്. പ്രജകൾക്ക് രാജാവിന്റെ മടി കയറിയിരിക്കാൻ ഒക്കത്തില്ല. പക്ഷെ മോന് അപ്പന്റെ മടി കയറിയിരിക്കുക. ക്ലോസ്നെസ് ആണ്. അപ്പൊ പഴയ നിയമത്തിന് ലഭിക്കാഞ്ഞ ആ വലിയ ക്ലോസ്നെസ് അവകാശം പുതിയ നിയമത്തിൽ പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് തന്നു. അപ്പോൾ പ്രാർത്ഥന മുഴുവൻ സ്വർഗസ്ഥനായ ദൈവത്തോടാണ്. മുഴുവൻ സ്വർഗസ്ഥനായ ദൈവത്തോടാണ്. ഇനിയും ആ ലാംഗ്വേജിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ സ്തുതിയെ വിളിച്ചുകൊണ്ട് വന്നിരുന്നു നമുക്കൊന്ന് പാടിക്കാനായിട്ട്. സ്വർഗസ്ഥ പ്രാർത്ഥന സ്തുതിയില്ലല്ലോ, പോട്ടെ. അപ്പം അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഇനി അതിനൊരു ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. അങ്ങയുടെ രാജ്യം വന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അത് തീവ്രമായ ഒരു വൈകാരികമായ ആഗ്രഹമാണ്. തീവ്രമായ ഒരു വൈകാരിക ആഗ്രഹമാണ്. എങ്ങനെ നമുക്ക് പറയാം? ഇപ്പം ഒരു 6 മാസമുള്ള കുഞ്ഞ്, അത് അമ്മ ഇങ്ങനെ നോക്കുക, വിശക്കുന്നു, വിളിക്കാൻ അറിയത്തില്ല, പാല് വേണമെന്ന് അറിയത്തില്ല. ഇത് രണ്ടും അമ്മ വേണം, പാലും വേണം, പക്ഷെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയത്തില്ല. എത്ര തീവ്രമായ ആഗ്രഹം അതിൻ്റെ മനസ്സിലെ. ആ ഭാഷയാണ് ഈ പ്രാർത്ഥന മുഴുവനും. ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞ് അമ്മയ്ക്ക് വേണ്ടിയും പാലിന് വേണ്ടി ആഗ്രഹിക്കുന്ന പോലെ ആണ് ഇതിലെ മുഴുവനും ആ വൈകാരിക ടോൺ, ഇമോഷണൽ ടോൺ അതാണ്. അപ്പം അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ രീതി. ദാറ്റ് ഷുഡ് ബി നമ്മുടെ രീതി. യെസ്, അതാണ് ജുഡായിക് ബാക്ക്ഗ്രൗണ്ട്. അതിന്റെ ലാംഗ്വേജ് പോയിട്ട് ഓരോന്ന് എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം വേറെ സമയത്ത് എൻ്റെ ആവശ്യം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ അത് വേർഡ് ബൈ വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ മാത്രമേ നമുക്ക് ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ. അടുത്ത തീർന്നില്ല. ദെൻ അത് അതിൻ്റെ ഹീബ്രു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കെ പെന്തക്കോസ്റ്റൽ ചർച്ചസ് അത് റിസൈറ്റ് ചെയ്യുന്നില്ല. പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഒരു കാലത്ത് അത് റിസൈറ്റ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം അതൊരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിലാണ് നമ്മുടെ പ്രാർത്ഥന നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്.
ഇപ്പം ആ ഒരു ബോധമില്ലാതെ ചിലര് മീറ്റിങ്ങിനൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉം. പ്രായമുള്ള ശുശ്രൂഷകരെ അവരെ വിളിച്ചിട്ട് പറയും, നോക്ക് സഹോദരി അല്ല സഹോദര, ഇങ്ങനെ കിടന്ന് കയറി വിളിക്കരുത്, ഉം. ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഉം. പ്രാർത്ഥിക്കുമ്പോൾ എക്സ് വൈ ഇസഡ് വെക്കാബിലിറ്റി ഒഴിവാക്കണം, ഇങ്ങനെ ചെയ്യരുത് ഉം, എന്ന് പറയും. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങുന്നവരുണ്ട്. സ്വസ്ഥ ഞങ്ങളുടെ യഹോവേ. ഇത് കേൾക്കുന്നുണ്ടെ പ്രായമുള്ള അപ്പച്ചന്മാര് നോ ചെയ്യരുത്, ഉം. അങ്ങനെയല്ല പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. ഉം. ഇപ്പൊ വന്നിട്ട് ആരും ആരെയും കറക്റ്റ് ചെയ്യുന്നില്ല. ഉം. Yes. ആർക്കും എങ്ങനെയോ ആകാം. ഉം. അപ്പൊ നമ്മൾ നാമധേയ സഭകൾ എന്ന് പറയുന്ന മാർത്തോമ, യാക്കോബ, CSI, ഈ വിഭാഗങ്ങളില് ഉം. അവരാ ഡിസൈപ്പിൾസ് പ്രയർ എങ്കിലും പറയും. അതെ. യെസ്. അപ്പോഴെങ്കിലും ആ അതെ, അത് സ്ട്രക്ചർ ഈസ് ക്ലിയർ. അത്രയെങ്കിലും അവർ ഭംഗിയാക്കുന്നുണ്ട്. ഉം. ഇവിടെ നമുക്കെല്ലാം അറിയാമെന്ന്, ഈ അറിയാമെന്നുള്ള അഹങ്കാരമാണ് നിർഭാഗ്യവശാൽ പെന്തക്കോസ്ത് സഭകൾക്ക് നാശത്തിന് കാരണമായി വരുന്നത്. ഇപ്പൊ അവരെല്ലാം നശിച്ചു പോയെന്ന് ഞാൻ പറഞ്ഞില്ല, ഉം. പക്ഷെങ്കിൽ നശിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾക്കറിയാവുന്നതിനപ്പുറം ഒന്നുമില്ല എന്നുള്ള ധാരണയാണ്. നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോഴും ഉം. പിന്നീട് സഭാചരിത്രം പഠിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്കെല്ലാം അറിയാം, ഉം. ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന ഭാവം ശരിയല്ല. ഇനിയും ആ പ്രാർത്ഥനയിൽ നിന്ന് കോട്ട് ചെയ്യേണ്ടത് വേർഡ്സ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങാവും. അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഇത്രയും പറഞ്ഞ ശേഷമേ ഞാൻ എൻ്റെ പ്രാർത്ഥന ബാക്കി എൻ്റെ കാര്യം അങ്ങോട്ട് പറയത്തുള്ളൂ. ഞാൻ എൻ്റെ പേഴ്സണൽ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞത് അല്ല, പ്രാർത്ഥിക്കത്തില്ല. എന്തുകൊണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കാനേ പ്രമാണമുള്ളൂ. യെസ്. നമുക്ക് ദീർഘമായി പ്രാർത്ഥിക്കുന്നതാണ് ഉം. നമ്മളുടെ പ്രാർത്ഥനാ മനുഷ്യനാണ് ഉം. എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിവാകുന്നു എന്ന് കണ്ടിട്ട് ഉം. ചുമ്മാ ചള്ളും പൊട്ടും പറഞ്ഞ് സമയം കളയാണ്. എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം ഉം. പെന്തക്കോസ്ത് സമൂഹങ്ങൾ ഈ ഡിസൈപ്പിൾസ് പ്രയറിലേക്ക് തിരിച്ചു വരണം. ഉം. കുഞ്ഞുങ്ങളെ കൊണ്ടത് ബൈഹാർട്ടാക്കി പറയിപ്പിക്കണം. പിന്നെ അവരോട് പറയണം, ഇതേ രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ബിൽഡപ്പ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് മൈ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, മാം. ഓക്കെ. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. അടുത്ത ചോദ്യം, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നത് റാപ്ചറിൽ ആണോ അതോ മഹോപദ്രവകാലം കഴിഞ്ഞിട്ടാണോ? ഈ മഹോപദ്രവകാലം കഴിഞ്ഞിട്ട് ആ. ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് ആരാ പറഞ്ഞത്? യെസ്. മഹോപദ്രവകാലം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പൊന്നുമില്ല. റാപ്ചറിലാണ് ഉയർത്തെഴുന്നേൽപ്പ്. അത് മഹോദരകാലത്തിന് മുൻപാ. യെസ്, താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു. അടുത്ത ചോദ്യം, റോമാലേഖനം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവന്റെ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഇവിടെ മരണത്തിന്റെ സാദൃശ്യം എന്നത് ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. അത് റോമാലേഖനം 6-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അതായത് ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിക്കുന്ന നമ്മളെല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ച് ജീവന്റെ ശക്തിയിൽ ഉയർത്തെഴുന്നേൽപ്പതുപോലെ നാമും ഉയർത്തെഴുന്നേൽക്കേണ്ടതിന്. അടുത്തത്
അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചുവെങ്കിൽ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ സാദൃശ്യമായിരുന്നു സ്നാനം. അതിനോട് ഏകീഭവിച്ചു എങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. ക്രിസ്തുവിന് പുനരുത്ഥാനം ഉണ്ടായതുപോലെ നമ്മളും ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. അപ്പം സ്നാനത്തിൽ നിങ്ങൾ അവനോട് കുഴിച്ചിടപ്പെടുകയാണ്. അപ്പോൾ സ്നാനം എന്ന് പറഞ്ഞ ഒരു ബറിയലാണ്. നമ്മൾ ക്രിസ്തുവിനോട് കുഴിച്ചിടപ്പെട്ടു, ക്രിസ്തുവിനോട് മരിച്ചു, ക്രിസ്തുവിനോട് കുഴിച്ചിടപ്പെട്ടു, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റു. ഇനി നമ്മൾക്ക് ഒരു റിയൽ ഹെവൻ ഗോയിങ് ഉണ്ട്, അസെൻഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിന് ഇനവിറ്റബിൾ ആണ് മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുന്നുള്ളത്. അപ്പൊ അവിടെ ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. മരണത്തിന്റെ സാദൃശ്യത ഏകീഭവിച്ചെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കും. അപ്പൊ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചില്ലെങ്കിലോ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കും. അതൊരു സീരിയസ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ്സ് എ വെരി വെരി സീരിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ. അടുത്ത ചോദ്യം ഒരു ജനറൽ ചോദ്യമാണ്. ആസ് പെർ ദ ഹീബ്രു വേർഷൻ, can we see physically the Father God and the Son God separately? എബ്രായ പശ്ചാത്തലത്തിൽ പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും വ്യത്യസ്തമായിട്ട് കാണുവാൻ സാധിക്കുമോ? ശരി, സപ്പോസ് സാധിക്കത്തില്ലെന്നിരിക്കട്ടെ. പിന്നെന്താ വിശ്വാസ ജീവിതം? വിശ്വാസം എന്ന് ആശിക്കുന്ന ഒരു ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നമ്മൾ മുഖാമുഖം കണ്ടിട്ടില്ലാത്ത 3 വ്യക്തികളെ മുഖാമുഖം കാണുമെന്ന വിശ്വാസം. നമ്മൾ ഫിസിക്കലായി കണ്ടിട്ടില്ല, അവരെ ഫിസിക്കലായിട്ട് തന്നെ കാണുമെന്നുള്ള വിശ്വാസം അല്ലേ? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവനൊരു ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്ന ഒരു പ്രതിഫലം ഉണ്ടെന്നും വിശ്വസിക്കേണ്ടത് ആകുന്നു അല്ലേ? അപ്പം ഒരിക്കൽ നമ്മൾ വിശ്വാസം പറഞ്ഞാൽ പാസ്റ്റാണ്, വിശ്വസിച്ചു. ഇനി ആ വിശ്വാസത്തിന്റെ കണ്ടിന്യൂറ്റിക്ക് ഹോപ്പ് അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറയും അല്ലേ? എന്താ നമ്മുടെ പ്രത്യാശ? നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നെന്ന് നമ്മൾ കാണാൻ വയ്യെങ്കിൽ നമ്മൾ കണ്ടുപൊട്ടന്മാരായിരിക്കണം. നമ്മൾ കണ്ടുപൊട്ടന്മാരായിട്ടല്ല ആരും സ്വർഗത്തിൽ പോകുന്നു. ഇനിയും നമ്മൾ ഇവരെ ഫിസിക്കലായിട്ട് കാണുമോ? കാണും. അതൊരു ഉദാഹരണമാണ്. യോഹന്നാൻ സ്വർഗത്തിൽ പോകുന്നു, ഇവിടെ കയറി വരാൻ പറയുന്നു. അവിടെ ചെല്ലുമ്പം സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നു. കാഴ്ചക്ക് അവൻ ഇന്ന രീതിയിൽ അത് പറയുന്നു ആണല്ലോ. അപ്പൊ കാണുക. അതിനുശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുക. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു അവിടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ദൈവത്തിന്റെ 7 ആത്മാക്കൾ അവിടെ 7 ദീപങ്ങളായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം അവരുടെ സിംബോളിക് പിക്ചേഴ്സ്, ഫിഗറേറ്റീവ് പിക്ചേഴ്സ്. ഇനി ഇവരെ നമ്മള് കുറച്ചിങ്ങോട്ട് കഴിയുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തേജസ്കരിക്കപ്പെട്ടവനായി വരുന്ന രംഗങ്ങൾ കാണുന്നു. കർത്താവ് നമ്മളെ സ്വർഗത്തിൽ വിവാഹം കഴിക്കുന്നത്, കുഞ്ഞാന്റെ കല്യാണം നമ്മൾ കുഞ്ഞാന്റെ കാണത്തില്ലയോ? നീ എന്തോ ഈ പറയുന്നത്? വിവാഹശീലം നടത്തുന്ന ആരാ? പിതാവായ ദൈവമില്ലയോ? പ്രതിഫലം തരുന്ന കർത്താവില്ലയോ? പിതാവിന്റെ മുന്നിൽ വെച്ചല്ലയോ? പിതാവില്ലേ നമ്മളെ ആദരിക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞോ
ഇതാ മനുഷ്യനോട് ദൈവത്തിന്റെ കൂടാരം. ഉം, ദൈവം തന്നെ അവിടുത്തെ ഓഫീസൊക്കെ അടച്ചിട്ട് ഉം. പോരുക, ആ, അഡ്രസ്സൊക്കെ മാറ്റി അങ്ങോട്ട് ഭൂമിയിലോട്ട് ഉം, ഒരുമിച്ച് കഴിയുക. ഇവിടെ ഒറ്റ വീട്ടിനകത്ത് പുതിയ യെരൂശലേം എന്ന് പറയുന്ന ആ വലിയ കെട്ടിടത്തിനകത്ത് നമ്മളും പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും പഴയ നിയമ വിശുദ്ധന്മാരും കൊണ്ട് ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാൻ പോവാം. ഉം. കാണത്തില്ലയോ? ആലോചിക്കേ. അപ്പം ഈ കാണാൻ കഴിയത്തില്ല എങ്കിൽ ഉം. നമ്മുടെ ആത്മീയ ജീവൻ എന്ന് പറയുന്നത് ഒരു നിരർത്ഥകമാണ്. പ്രത്യാശയില്ല. Yes. ഉം. അതെ. പ്രത്യാശയില്ല. നമ്മുടെ പ്രത്യാശ മുഴുവനും കർത്താവിനെ കാണുമെന്നുള്ള, ഉം. പ്രത്യാശ മുഴുവൻ പിതാവിനെ കാണുമെന്നുള്ളതാണ്. ഉം. There is no doubt about it. Absolutely no doubt about it. Yes. Okay, thank you. സർ, താങ്ക് യു. പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന ഒരു ഉത്തരവായിരുന്നു അത്. താങ്ക് യു Yes, വൺസ്. yes, there's no doubt about it. യെസ്. അടുത്ത ചോദ്യം, ഉം. സഭ എടുക്കുന്നതിനെ പറ്റി കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ വിശദീകരിച്ചുവല്ലോ. ഉം. പണ്ട് നോഹയുടെ കാലത്ത് മഴ എന്നതിനെ പറ്റി കേട്ടിട്ടില്ലാത്തവരും ഉം. ജലപ്രളയത്തിൽ നശിച്ചു പോയവരുമായവരുടെ ആത്മാക്കളോട് സംസാരിച്ച് ഉം. ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്നുവല്ലോ. അവരും അതിനുശേഷം യേശുക്രിസ്തുവിന്റെ മരണം വരെ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരും മണവാട്ടി സഭയിൽ ഉൾപ്പെടുമോ? കർത്താവിന്റെ ഭൂമിയിലുള്ള ഭരണത്തിൽ അവരുടെ സ്ഥാനം എന്താണ്? അവരാരും ഉൾപ്പെടത്തില്ല. ആരും ഉൾപ്പെടത്തില്ല. ഓക്കെ. ഭൂമിയുടെ ഭരണത്തിൽ അവര് ഈ രാജ്യത്തിലെ പീപ്പിൾ ഇൻ ഗ്രേറ്റ് പൊസിഷൻസ്, പീപ്പിൾ ഇൻ ഗ്രേറ്റ് പൊസിഷൻസ് ആണ് അവര്. സാധാരണ ആള് വെറും പ്രജകളാണെങ്കിൽ ഇവര് പ്രഭുക്കന്മാരാണ്. പീപ്പിൾ ഇൻ ഗ്രേറ്റ് പൊസിഷൻസ് ആണ്. പക്ഷെങ്കിൽ കുഞ്ഞാടിന് മണവാട്ടി എന്ന ആ കാറ്റഗറിയിൽ ഇവർ പെടുന്നില്ല. പെടുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞാടിന്റെ കല്യാണം വന്നു, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഈ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്ന പറയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ഏത് ബ്യൂട്ടി പാർലർ പോയാ ഒരുക്കുന്നത്? ബ്യൂട്ടി പാർലറിൽ പോയില്ലേ കാന്ത ഒരുക്കുന്നത് അല്ലേ? പഖാദ് എന്നൊരു വേർഡുണ്ട്, ഹീബ്രു വേർഡുണ്ട്. അതിൽ കാന്ത ചെയ്യേണ്ട 7 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 7 കാര്യങ്ങൾ കാന്തയ്ക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, വേറെ ആർക്കും പറഞ്ഞിട്ടുള്ളതല്ല. 1. 2. കാന്ത കടന്നു പോകുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിൽ കൂടെ ഇവരാരും കടന്നു പോകുന്നില്ല. 1. കാന്ത ഇവരെ പോലെ തന്നെ മാനസാന്തരപ്പെടുന്നു, അവരും കൺഫസ് ചെയ്യണം. 2. കാന്ത ജലസ്നാനത്തിൽ ക്രിസ്തുവിനോട് ചേർന്നു. ഇവര് ജലസ്നാനത്തിൽ ക്രിസ്തുവിനോട് ചേർന്നവരല്ല. അവരുടെ സ്നാനത്തിന്റെ പർപ്പസ് വേറെയായിരുന്നു. അതിനുശേഷം കാന്ത ഇവരെ പോലെ തന്നെ വേർപാട് അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷെ കാന്തയ്ക്ക് മാത്രം ആത്മീയ നിത്യജീവൻ എന്നൊരു സംഗതിയുണ്ട്. അതിന് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അവർക്ക് ആർക്കും അപ്പോസ്തലന്മാരുടെ ഉപദേശം കൊടുക്കുക, അപ്പോസ്തലിക് ടീച്ചിങ്സിൽ കൂടെ കടന്നു പോകുന്നില്ല. കാന്ത കടന്നു പോകുന്ന പ്രോസസ്സാണ് അപ്പോസ്തലിക് ടീച്ചിങ്. അപ്പോസ്തലിക് ടീച്ചിങ്സ് ഓരോ ദിവസവും ഈ കാന്തയെ പേഴ്സണാലിറ്റി മാറ്റിക്കൊണ്ടിരിക്കുക. ഏതുപോലെന്ന് പറയാം, നമ്മളുടെ വീടിനടുത്താണ് നമ്മളുടെ മെഡിക്കൽ കോളേജ് എന്നിരിക്കട്ടെ. നമ്മളുടെ ഒരു കുഞ്ഞിന് എൻട്രൻസ് ചെയ്ത് നല്ല മാർക്കിൽ അവിടെ തന്നെ കിട്ടി. ക്ലാസ് തുടങ്ങി കഴിയുമ്പം അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ
അവൻ്റെ സ്വഭാവ രീതികളിലൊക്കെ ഇങ്ങനെ മാറ്റം വരിക. ഉം, അവൻ്റെ പേഴ്സണൽ ഹൈജീന് മുമ്പുള്ളതിനൊക്കെ മാറ്റം വരുന്നു. ഉം, അവൻ്റെ ഡ്രസ്സിങ്ങിൽ മാറ്റം വരുന്നു. അവൻ്റെ യൂണിഫോമിൽ മാറ്റം വരുന്നു. അവൻ പണ്ട് ഈ ക്രിക്കറ്റും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഉം, ഇപ്പം അത് കൊണ്ടുകൊണ്ടിരിക്കത്തില്ല. ഉം, വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്ന് ഈ മണ്ടത്തരം ചട്ടുമുട്ടും പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ കൂടെ ചിരിക്കാൻ പോകത്തില്ല. അവനകത്ത് മുറിപ്പോകും. ഉം. അവന് നാളത്തെ കൊടുക്കാനുള്ള അസൈൻമെൻ്റ് ഉണ്ട്. അതെ. ആ സിലബസുമായിട്ട് ഇങ്ങനെ ഇഴുകി ചേർന്ന് നമ്മളുമായിട്ടുള്ള സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ ഉം. നമ്മളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറയുകയും അവൻ്റെ സിലബസും കാര്യങ്ങളുമായിട്ടുള്ള സമയം കൂടുകയാണ്. അല്ലേ? അതെ, അങ്ങനെ അതെ. കൂടി കൂടി വൺ ഡേ അവൻ്റെ ഡോക്ടർ കോൺവെക്കേഷൻ കഴിയും. പിന്നെ ആ സംഗതിയൊക്കെ ഉണ്ടാകുന്നത് അവൻ്റെ വ്യക്തിത്വം തന്നെ മാറുക. ഇതുപോലാണ് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വരുന്നു ദൈവങ്ങളായി. അപ്പോസ്റ്റലിക് ടീച്ചിങ് എന്ന ടോപ്പിക്സിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലാണ് എപ്പോഴും ശ്രദ്ധ കൂടുതൽ. ഉം. നമുക്കൊരു ജോലിയുണ്ട്, ഒരു കുടുംബമുണ്ട്, സൊസൈറ്റി ഉണ്ട്, ചർച്ചുണ്ട്, ശരി. കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോഴും അതെല്ലാം നമ്മൾ പെട്ടെന്ന് തീർക്കും. ഉം. എന്തിനു വേണ്ടി? വചനത്തിലേക്ക് വരാൻ. അതെ. കാരണം വചനത്തിൽ കൂടെ മാത്രമേ ക്രിസ്തു എന്ന തലയോളം വളരത്തുള്ളൂ. വളരുവാൻ കഴിയും. ഉം. ക്രിസ്തു എന്ന തലയോളം വളർന്നില്ലെങ്കിൽ ഈ ഈ കുഞ്ഞിൻ്റെ കുഴപ്പം ഇതിന് ഇടയ്ക്ക് വെച്ച് വളർച്ച മുരടിച്ചു പോയ ഡൗൺ സിൻഡ്രമാണ്. അതെ. ഡൗൺ സിൻഡ്രമാണ്. ഇതുണ്ട്. ഡൗൺ സിൻഡ്രം ബാധിച്ച കൊച്ചിനെ കെട്ടിക്കത്തില്ല നമ്മൾ. അതെ. ഇതിന് വലിയ കുഴപ്പമാണ്. ഉം. അല്ലേ? അപ്പം ഇവർക്ക് ആ പ്രോബ്ലം ഇല്ല. ഉം. മറ്റുള്ള വിശ്വാസികൾക്ക് മറ്റുള്ള പഴയ വിശുദ്ധന്മാർക്ക് ആർക്കും ഈ പ്രോബ്ലം ഇല്ല. ഇല്ല. അവർ പാപം ചെയ്ത് ജീവിക്കുന്നു. ഒരാടിനെ കൊണ്ട് കൊടുത്ത് പാപം കഴുകിക്കളയുന്നു. വീണ്ടും പാപം ചെയ്യുന്നു. വീണ്ടും ആടിനെ കൊടുക്കുന്നു. ഉം. അല്ലേ? അങ്ങനെ അവർ ജീവിച്ചു. പക്ഷെ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവർ ദൈവരാജ്യത്തിലെ അവകാശികളായി തീരുന്നു. ഉം. പക്ഷെ നമ്മൾ അങ്ങനല്ല. നമ്മൾ ദിനംതോറും ഈ പ്രോസസ്സിൽ കൂടെ കടന്നുപോയി അതിന് നമുക്ക് മാത്രമേ പ്രിവിലേജ് കിട്ടിയിട്ടുള്ളൂ. അതെ. അതെ. അതാണ് യേശുവിൻ്റെ കാന്ത എന്നുള്ളത്. അതെ. അത് ദൈവം പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. ഉം. അതിനെ കടത്തിവിടുന്നതായ ആ മാട്രിക്സ് ഉണ്ടല്ലോ, അത് എനിക്ക് മാട്രിക്സ്, പ്രവർത്തന മൂശ എന്ന് പറയും. നമ്മൾ ആ. ഒരു പീസ് സ്വർണ്ണം കൊണ്ട് കൊടുക്കുമ്പം അതിനെ അതെ. ആഭരണമാക്കി മാറ്റുന്ന മൂശയ്ക്കകത്തിട്ടല്ലേ അതെ. മാട്രിക്സ്. ഉം. ആ മാട്രിക്സ് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഓക്കെ. അപ്പോൾ ഉം. ആ പരീക്ഷ ആ പ്രോസസ്സിൽ കൂടെ കടന്നു പോകാത്തവർക്ക് കുഞ്ഞാടിൻ്റെ മണവാട്ടി അവിടെ കയറി നിൽക്കാൻ പറ്റുമോ? കുഞ്ഞാടിൻ്റെ മണവാട്ടി എന്ന പൊസിഷൻ്റെ ഗ്രേറ്റ്നെസ്, ഉം. സീരിയസ്നെസ്, യെസ്. അതിലെത്തുന്നതിന് വേണ്ടി ഒരാളെ ദൈവം കടത്തിവിടുന്ന വഴികളുടെ പ്രത്യേകതകൾ, ഉം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളുടെ സ്വർഗത്തിലെ പൊസിഷൻ എന്താണെന്ന്, ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മൾ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് ബന്ധുക്കോസിൽ പോരുന്നു, ഇപ്പം ഞായറാഴ്ച അവിടെ പോകുന്നു, ആരാധന നടന്നു, പിന്നെ മീറ്റിങ്ങിനൊക്കെ പോകുന്നു, ഇച്ചിരി പൈസയൊക്കെ കൊടുക്കുന്നു, കർത്താവ് കാഹളം കൊണ്ട് വരും, നമ്മൾ പോവുക, കുഞ്ഞാലിൻ്റെ കാന്തയായിട്ട് അങ്ങോട്ട് കയറി നിൽക്കുക. ഉം. അതെ. അതെ. നടന്നാൽ മതി, എനിക്ക് വിരോധമൊന്നുമില്ല, നടന്നാൽ മതി. ഓക്കെ, ദാറ്റ്സ് മൈ ആൻസർ മാം. ഒരു എക്സ്ക്ലൂസീവ് പൊസിഷൻ ആണ് അത്. It is a squeezed position, yes, it is. അടുത്ത ചോദ്യവും ഇതിനോട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, വെളിപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 1,44,000 പേരെ മുദ്രയിടുന്നതായി കാണുന്നു. അത് കൂടാതെ മറ്റൊരു 1,44,000 പേർ ഉണ്ടോ? അവരുടെ പൂർണ്ണസംഖ്യ തികയുമ്പോൾ കർത്താവിന്റെ രണ്ടാം വരവ് സംഭവിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊന്ന് വിശദീകരിക്കാം. കർത്താവിന്റെ രണ്ടാം വരവും കർത്താവ് വന്ന് സഭ എടുക്കപ്പെട്ട ശേഷം വലിയ സംഭവം നടക്കുന്നത്.
ഇനി അവരുടെ പൂർണ്ണസംഖ്യ ചേരാനല്ല, അടുത്ത രണ്ടാമത്തെ 1,44,000 ഉണ്ടല്ലോ, ആ അവരുടെ പൂർണ്ണസംഖ്യ ചേരാനല്ല കർത്താവിന്റെ രണ്ടാം വരവ് ഡിലേ ഉണ്ടാകുന്നത്. ഡിലേ ഉണ്ടാകത്തില്ല. ആ കർത്താവിന്റെ രണ്ടാം വരവ് എന്ന് പറയുന്നത്, മഹത്വ പ്രത്യക്ഷം എന്ന് പറയുന്നത്, ഉം, ഈ ഭൂമിയിൽ അക്ഷരീയം ഇറങ്ങി വരുന്നത്, ഉം, അത് ഡിലേ ചെയ്യാൻ പറ്റുന്നതല്ല. ഉം, സഭയെ ചേർത്ത് കഴിഞ്ഞാൽ ഉം, കൃത്യം 7 ദിവസം തികയുന്ന അന്ന് വന്നേ പറ്റത്തുള്ളൂ. ഉം, ഒരു ഡിലേ ഇല്ല. ആദ്യത്തെ റാപ്ചറായ നമ്മളെ കൊണ്ടുപോകാൻ വരുന്ന ആ വരവിനെ ഡിലേ ഉള്ളൂ. അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങൾക്കും ഡിലേ ഇല്ല. അതുകൊണ്ടാണ് വേഗത്തിൽ സംഭവിക്കാനുള്ള ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറയുന്നത്. ഉം, പിന്നെ നടക്കുന്ന ഒരു കാര്യത്തിനും ഡിലേ ഇല്ല. ആ, ഒരു കാര്യത്തിനും ഡിലേ ഇല്ല. ഇത്ര 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 സെക്കൻഡ് വെച്ച്, നടന്നിരിക്കണം. മൈക്രോസ്കോപ്പിക് സെക്കൻഡ് വെച്ച് സംഭവിച്ചിരിക്കും. ഉം, യെസ്, ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. അടുത്ത ചോദ്യം, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ സഭയുടെ ഉൽപ്രാപണത്തെ കുറിച്ചുള്ള വിഷയത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് കാണുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഈ വാക്യങ്ങളിൽ ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവില്ലാതെ മരിച്ചവരുടെയും ശരീരങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം? ഗംഭീര ചോദ്യം കേട്ടോ. എന്തോ ഗംഭീര ചോദ്യമാണ്. അതെ, ഓക്കെ. ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് പലപ്പോഴും ഈ ബസ്സിൽ വെച്ച് ക്രിമിനൽസിനെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. ക്രിമിനൽസിനെ കോടതിയിലോട്ട് കൊണ്ടുപോകുന്നത്. അവനെ ഒരു യൂഷ്വൽ ഡ്രസ്സ് ധരിപ്പിച്ച് കൈ ഇങ്ങനെ വിലങ്ങ് വെച്ചാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ അണിയിച്ചൊരുക്കി സുന്ദരക്കുട്ടന്മാരെ ടൈയൊക്കെ കെട്ടിച്ച് ഒന്നുമല്ല കൊണ്ടുപോകുന്നത്. പോലീസ് പ്രതികളെ പിടിച്ചോണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആണുങ്ങളെ പിടിച്ചോണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്, പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഊഹിക്കാവുന്നതുള്ള എങ്ങനെയാണ് വാട്ട് ഡു ദേ ലുക്ക് ലൈക്ക് എന്നുള്ളത്. ദൈവമക്കൾ ഉയർത്തെഴുന്നേൽക്കുന്നത് തേജസ്കരിക്കപ്പെട്ട തേജസ്സിന്റെ ശരീരവുമായിട്ടാണ്. ഈ ശരീരത്തിന് ഇനിയൊരു പ്രോസസ് ഉണ്ട് തേജസ്കരണത്തിന്റെ. വീണ്ടും അതിനെ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറയുന്നത്. അവസാനം ദൈവപുത്രന്റെ ഈക്വൽ തേജസ്സിൽ നിൽക്കുക നമ്മൾ. അത് നമ്മളുടെ കാര്യം, കുഞ്ഞാടിന്റെ മണവാട്ടിയുടെ കാര്യം, കുഞ്ഞാടിന്റെ മണവാട്ടിയുടെ ശരീരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. മറ്റേത് ചത്ത് നരകത്തിൽ യാതനാ സ്ഥാനത്ത് പോയ അന്ന് മുതൽ ഇവിടെ കിടന്ന് നരകിച്ച് 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 നാശമായിട്ട് കയറി വന്നിരിക്കുക. മനസ്സിലായി? എന്നൊന്ന് തേജ സമൂഹത്ത് കൺമുൻപിൽ മനസ്സിൽ ഭയം, ഭീതി മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്ത പ്രവൃത്തി മുഴുവനും വെളിപ്പെട്ടു വരാൻ പോവാ. ഓരോന്നിനും ദൈവം മറുപടി പറയിപ്പിക്കാൻ പോവാ. അത് കഴിഞ്ഞൊരു വിധിയുണ്ട്. മരിച്ചവർക്ക് അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. ഓക്കെ, അവിടെ ഗാന്ധിയും വിറച്ചേ നിൽക്കത്തുള്ളൂ. MK ഗാന്ധി, മഹാത്മാഗാന്ധിയും മുട്ട് വരച്ചേ നിൽക്കത്തുള്ളൂ. ആർക്ക് ബിഷപ്പാ കാൻറ്റർബറിയ എന്ന് പറഞ്ഞാലും
മുട്ടുവലിച്ചു. പ്രമാണം അനുസരിച്ചല്ല ജീവിച്ചെങ്കിൽ മുട്ടുവരച്ചേ നിൽക്കത്തുള്ളൂ. ഉം. ഹിറ്റ്ലറും മുസോളിനിയും അവിടെ വരും, ഉം. മുട്ടുവരച്ചേ നിൽക്കത്തുള്ളൂ. പ്രതാപശാലിയായിരുന്ന റോമൻ ചക്രവർത്തിമാർ വരും, ഒരു പ്രതാപവും കാണത്തില്ല മുഖത്ത്. ഉം. അവർക്ക് ആർക്കും ഉയർത്തെഴുന്നേറ്റ ശരീരം അല്ലാതെ തേജസ്കരിക്കപ്പെട്ട ശരീരമല്ല. ഉം. അവരുടെ ശരീരം നമ്മളെ പോലെ ഇൻകറപ്റ്റബിളാ. ആ ശരീരത്തിൽ ഇനി എന്തുണ്ടാകത്തില്ല? ഉം. മരണം ഉണ്ടാകത്തില്ല. ഉം. പക്ഷെ എന്തുണ്ട്? വേദന. ഉയ്യോ, എന്തോ ഒരു വേദന, ഉം. കരച്ചില്, പല്ലുകടി, ഇല്ലാത്ത എന്തുവാ, സകല യാതനകളും. ഉം. പക്ഷെ മരിക്കുന്നില്ല. മരിക്കത്തില്ല. ഉം. അതാണ് ആ ശരീരം. ഉം. നമ്മളുടേത് അങ്ങനെയല്ല. ഈ ശരീരത്തിൽ ഇനി വേദന ഉണ്ടാകത്തില്ല. ഉം. നമ്മുടെ അതെ. ശരീരത്തിൽ ഇനി വേദന വേ- ഉണ്ടാകത്തില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് മാറി, ഇനി ദുഃഖമില്ല. ഉം. നമ്മുടെ പെർസ്പെക്റ്റീവ് മാറി, ഇനി ഇനി വേ- ഇനി ഇനി വേ- ഇനി വേദനയില്ല. ഉം. ഇനി നിരാശയില്ല. ഉം. നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ, സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ഇനിയുള്ള പോർട്ട്ഫോളിയോയെ പറ്റിയുള്ള റെവലേഷൻ വരുന്നത്. ഉം. ഇനി നമ്മൾ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഉം. ആ പോർട്ട്ഫോളിയോയെ പറ്റി റെവലേഷൻ വരുമ്പം ഉം. നമ്മൾക്ക് സന്തോഷം സഹിക്കാൻ കഴിയത്തില്ല. അതെ, അതെ. അവിടെയാണ് നമ്മൾ വീണ്ടെടുപ്പിന്റെ വില മനസ്സിലാക്കുന്നത്. മനസ്സിലാവപ്പെടും. ഉം. അപ്പം ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും ഒരു കമ്പാരിഷൻ ഇല്ല. നമ്മൾ ഉയർത്തെഴുന്നേറ്റു, അവർ ഉയർത്തെഴുന്നേറ്റു. ഒന്ന് ഉം. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ, ഉം. മറ്റേത് ഇനി മരണമില്ലാത്ത, ഇനി മരണം അനുഭവിക്കാൻ മാത്രം ഒക്കത്തില്ല, സകല ഉം. വേദനകൾക്ക് വേണ്ടി വിധിക്കപ്പെട്ട ശരീരമായിട്ട്. ഉം. ഉം. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഓക്കെ, ഓക്കെ. ഓക്കെ. ഇവനെ കൂടാതെയുള്ള മരണം എന്ന് പറയുന്നത് ഒരു ഭീകരതയാണ്. എന്റെ കർത്താവേ. അതെ. താങ്ക് യു സർ. ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു ഈ സെഷനിൽ. ഒന്നോ രണ്ടോ ചോദ്യം. ഓക്കെ. കർത്താവിന്റെ ശരീരമാകുന്ന സഭയും മണവാട്ടി സഭയും ഒന്നാണ്. ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം ഇതിനോടനുബന്ധിച്ചുള്ളതാണ്. നല്ല കാര്യമാണ്. ആളുകളുടെ ന്യായമായ സംശയമല്ലേ. ക്രിസ്തുവിന് രണ്ട് ശരീരമുണ്ട്. ഒന്ന് ക്രിസ്തുവിന്റെ ഫിസിക്കൽ ബോഡി, ആ. ശരീരം. രണ്ട്, മണവാട്ടി. ഉം. മണവാട്ടി ഭൂമിയിൽ വെച്ചേ തന്റെ ശരീരത്തിന്റെ ഭാഗമായി. ഉം. എങ്ങനെ? കർത്താവിന്റെ തിരുമേശയിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ കർത്താവിന്റെ ശരീരവും കർത്താവിന്റെ രക്തവും ഭക്ഷിച്ചവരെ നമ്മള് ശരീരത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമായി, അല്ലേ? അത് ദൈവസഭയാ. ദൈവസഭ, കർത്താവിന്റെ മണവാട്ടി, കർത്താവിന്റെ ശരീരം ഒന്നാണത്. ഉം. യെസ്. ഓക്കെ. താങ്ക് യു. ഈ സെഷൻ ഇവിടെ പൂർത്തിയാകുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. അതിന്റെ തക്ക സമയത്ത് അതിനുള്ള മറുപടി ബാബു സർ നൽകുന്നതായിരിക്കും. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വൺസ് അഗെയിൻ. നോ പ്രോബ്ലം. താങ്ക് യു.